പ്രപഞ്ചത്തിലെ ഏറ്റവും സമ്പന്നനായതിനാൽ കുബേര വളരെ പ്രശസ്തനായ ഒരു ദൈവമായിരുന്നു. അഹങ്കാരത്തോടെ എല്ലാം സൂക്ഷിക്കും. ഒരു ദിവസം ശിവഭഗവാനും പാർവതി ദേവിയും ഉൾപ്പെടെ നിരവധി അതിഥികളെ അദ്ദേഹം അത്താഴത്തിന് ക്ഷണിച്ചു. എന്നാൽ ഇരുവർക്കും അത്താഴത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ ഗണേശനെ അവരുടെ പ്രതിനിധിയായി അയച്ചു. കുബേരൻ്റെ പെരുമാറ്റം എങ്ങനെയെന്ന് ഗണേശൻ ശ്രദ്ധിക്കുകയും ഭഗവാൻ തൻ്റെ ചേഷ്ടകൾ അഴിച്ചുവിടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗണേശൻ അത്താഴം വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. മറ്റ് അതിഥികൾക്കായി കഷ്ടിച്ചെന്തെങ്കിലും മാറ്റിവെച്ചു ബാക്കി എല്ലാ ഭക്ഷണവും ഗണേശൻ പൂർത്തിയാക്കി. എന്നിട്ടും ഗണേശൻ്റെ വിശപ്പ് ശമിച്ചില്ല. അങ്ങനെ ഗണേശൻ കുബേരൻ്റെ സമ്പത്ത് ശേഖരത്തിൽ പ്രവേശിക്കുകയും സ്വർണവും സമ്പന്നവുമായ എല്ലാ വസ്തുക്കളും കഴിക്കുകയും ചെയ്തു. അപ്പോഴും തൃപ്തനാകാതെ ഗണേശൻ കുബേരനെ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങാൻ ഒരുങ്ങി. കുബേരൻ സംരക്ഷണത്തിനായി കൈലാസ പർവ്വതത്തിലേക്ക് ഓടി. ശിവഭഗവാൻ ഗണേശൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ കാരണം കണ്ട് ലളിതമായ ഒരു പാത്രത്തിൽ ധാന്യങ്ങൾ ഗണപതിക്ക് വാഗ്ദാനം ചെയ്തു. ഗണേശൻ അവ ഭക്ഷിച്ചു. ഉടൻ ഗണേശൻ സംതൃപ്തനായി. അത്യാഗ്രഹത്തോടെ സമ്പത്ത് ശേഖരിക്കരുതെന്ന് കുബേരൻ പഠിക്കുകയും അത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. അത്യാഗ്രഹവും അഹങ്കാരവും ഒരു വ്യക്തിക്ക് എങ്ങനെ ഹാനികരമാകുമെന്ന് ഈ കഥ കാണിക്കുന്നു. എല്ലാവരോടും പരിഗണന ആവശ്യമാണ്.